ഫെബ്രുവരിയിൽ വളരെ നമ്മുടെ ക്ലൈമറ്റോളജിക്കലി പറയുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി പറയുകയാണെങ്കിൽ ഫെബ്രുവരി പൊതുവെ അധികം മഴ കിട്ടാത്തൊരു മാസം തന്നെയാണ്. എന്നിരുന്നാലും ആകാശത്തിപ്പോ കുറച്ച് മേഘങ്ങളൊക്കെ ഉണ്ടാവുകയും ഏതെങ്കിലും ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ അപൂർവമായിട്ടൊക്കെ മഴ പെയ്യുകയും ചെയ്യാം. കേരളത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണല്ലോ അങ്ങനെ. അല്ലാതെ ശരിക്കുള്ള വേനൽമഴ തുടങ്ങാനുള്ള സമയമായി വരുന്നേ ഉള്ളൂ. കാരണം നമുക്ക് വേനലിലേക്ക് നമ്മൾ കടന്നിട്ടില്ലല്ലോ. താപനിലയുടെ കാര്യം പറയുവാണെങ്കിൽ കണക്കുകൾ പ്രകാരം നമ്മൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുന്ന അത്രയും തന്നെ താപനിലയേ ഉള്ളൂ. അങ്ങനെ ക്രമാതീതമായിട്ട് താപനില കൂടിയിട്ടൊന്നുമില്ല. ഒന്നെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ജനുവരി മാസം കഴിഞ്ഞ് നമ്മൾക്ക് താരതമ്യേന തണുപ്പ് അനുഭവപ്പെട്ടിരുന്ന ഒരു മാസത്തിൽ നമ്മൾ വേനൽക്കാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സൂര്യന്റെ ഉത്തരായണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ സൂര്യന്റെ രശ്മികൾക്ക് ശക്തി കൂടിയ രശ്മികൾ നമ്മൾക്ക് കേരളത്തിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ താപനിലയിലുള്ള വർധനവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നുള്ളൂ. അപ്പൊ അതൊന്നും വേനൽക്കാലത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടുണ്ടാവുന്ന ഒരു താപനിലയിലെ വർധനവെന്നേ പറയുള്ളൂ. അല്ലാതെ ക്രമാതീതമായിട്ട് അതിസാധാരണമായിട്ടോ ഒന്നും താപനിലയിൽ ഒരു വ്യത്യാസവും ഇല്ല ഇപ്പോഴും. പക്ഷേ അതിൽ ഒരു കാര്യത്തിൽ നമ്മൾ താപനിലയെ പറ്റി പറയുമ്പോൾ ഒരു അന്തരീക്ഷ വായുവിന്റെ താപത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഒരാൾ പുറത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഇമ്പാക്ട് വ്യത്യാസമാണ്. അപ്പൊ അത് രണ്ടും തമ്മിൽ എന്താ പറയാ വ്യത്യസ്തമാണെന്നുള്ളത് ഒരു കാര്യം മനസ്സിൽ നമ്മളിപ്പോഴും വിചാരിക്കണം. നേരിട്ട് വെയിലേൽക്കുന്ന ആൾക്ക് സൂര്യന്റെ താപം മുഴുവൻ ആഗിരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ എത്ര നേരം വെയിലത്ത് നിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. അതുകൊണ്ട് താപനിലയിൽ അങ്ങനെ നമുക്ക് വാർണിംഗ് ഇഷ്യൂ ചെയ്യേണ്ട ആ ഒരു നിലയിലേക്കൊന്നും പോയിട്ടില്ല. സാധാരണ ഈ ഫെബ്രുവരി മാസത്തിലെ ഈ രണ്ടാമത്തെ ആഴ്ചയിൽ പ്രതീക്ഷിക്കുന്ന താപനില മാത്രമേ ഇപ്പം രേഖപ്പെടുത്തുന്നുള്ളൂ. ഈ വരാൻ പോകുന്ന മഴക്കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ലഭിച്ചതുപോലെയൊക്കെ ആശ്വസിക്കാൻ പാകത്തിനുള്ള ഒരു മഴ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? മഴയെക്കുറിച്ച് കാലവർഷത്തെ കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ ഫോക്കാസ്റ്റ് നമുക്ക് ഏപ്രിൽ മാസത്തിലേ വരുള്ളൂ. കാരണം ഇപ്പോഴുള്ള അന്തരീക്ഷത്തിന്റെ പല ഘടകങ്ങളെ മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ മൺസൂണിനെ പറ്റിയുള്ള ഫോക്കാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോ ഈ മാസങ്ങളിൽ എങ്ങനെ അന്തരീക്ഷത്തിലെയും ഭൂമിയിലെ മറ്റ് നമ്മൾ ബയോസ്ഫിയർ ക്രയോസ്ഫിയർ എന്നൊക്കെ പറയുന്നത്, അതായത് നമ്മളെ മഞ്ഞിന്റെ അളവും പല സ്ഥലങ്ങളിലെ ലോകത്തിലെ പല സ്ഥലങ്ങളിലെ മഞ്ഞിന്റെ അളവ്, അന്തരീക്ഷത്തിലെ സമുദ്രത്തിലെ താപനില, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും മോണിറ്റർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ മൺസൂണിന്റെ ഫോക്കാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഈ വരും മാസങ്ങളിൽ എങ്ങനെ ബിഹേവ് ചെയ്യണു അല്ലെങ്കിൽ എങ്ങനെ രേഖപ്പെടുത്തപ്പെടുന്നു അതിനനുസരിച്ചിട്ടാണ് മൺസൂണിന്റെ പെർഫോമൻസും വരിക. അപ്പൊ നമ്മൾക്ക് ഇത്ര നേരത്തെ തന്നെ മൺസൂണിനെ പറ്റി ഒരു ഫോക്കാസ്റ്റ് പറയുകയോ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുമോ അത് സാധിക്കില്ല ഇപ്പോ. ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് ഈ സാധാരണ ജനങ്ങൾ എടുക്കേണ്ടത്? ഇപ്പോൾ ഈ ഫെബ്രുവരി ആയിട്ടേ ഉള്ളൂ, ഈ പറഞ്ഞതുപോലെ മാർച്ച് ഏപ്രിൽ വേനൽക്കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ KSDMAയുടെ IMD ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനിലയെ പറ്റിയുള്ള വിവരണമാണ് കൊടുക്കുന്നത്. കൊടുക്കുന്ന വിവരണം KSDMA അതില് നമ്മുടെ ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഒരു ഡിസ്ക്രിപ്ഷനോട് കൂടിയാണ് നമുക്ക് പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്. ഇപ്പൊ മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷാണ് ട്രാൻസ്ലേറ്റ് ചെയ്യും, പൊതുസ്ഥലങ്ങളിൽ അത് അനൗൺസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പൊതുവേ നമ്മൾ എപ്പോഴും പറയുന്നത് നേരിട്ട് ഈ ഉച്ച സമയത്ത് നേരിട്ട് വെയിൽ കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കുക. ഇല്ലെങ്കിൽ പുറത്തിറങ്ങേണ്ട സാഹചര്യമാണെങ്കിൽ സൂര്യപ്രകാശത്തെ തടയുന്ന രീതിയിൽ കുടയോ അല്ലെങ്കിൽ തൊപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഒരു തണൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടാവുക അല്ലെങ്കിൽ കുട ചൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കോട്ടൺ വസ്ത്രങ്ങൾ നമ്മളുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചാന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് വേനൽക്കാലത്ത് കോട്ടൺ വസ്ത്രങ്ങൾ പരമാവധി ഉപയോഗിക്കുക. ഇങ്ങനെയുള്ളതാണ് പൊതുവെ ഡോക്ടർമാരെല്ലാം കൊടുക്കുന്ന ഒരു അഡ്വൈസറി എന്ന് പറഞ്ഞാൽ. പിന്നെ ദാഹം തോന്നിയില്ലെങ്കിലും എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചിട്ടൊക്കെ ഇറങ്ങുക, അല്ല ദാഹം തോന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം നമ്മുടെ ശരീരം പ്രതികരിച്ച് തുടങ്ങുന്നത് എങ്ങനെയാ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ശരീരം പ്രതികരിക്കുക. അപ്പൊ അതുകൊണ്ട് പ്രതികരണം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് വെള്ളം കുടിച്ചിട്ടിറങ്ങുക, കയ്യിൽ കുറച്ച് വെള്ളം കരുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ അഡ്വൈസറിയിൽ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ തരുന്നത്. അതായത് ഈ സാധാരണ ജനുവരി മാസത്തിലൊക്കെ മഴ ലഭിക്കാറുണ്ടല്ലോ, ആ ഒരു തോതിൽ ഈ വർഷം ഈ 2026 ജനുവരിയിൽ ഒരു മഴ ലഭിച്ചിട്ടുണ്ടോ? ജനുവരിയിൽ നമുക്ക് പൊതുവെ ഏറ്റവും മഴ കുറവുള്ള മാസമാണ് ജനുവരി, ഫെബ്രുവരി.
നമ്മൾക്ക് ഈ വർഷം കഴിഞ്ഞ വർഷം ജനുവരിയിൽ മഴ കൂടുതൽ കിട്ടി എന്നുള്ളതാണ് കുറച്ചുകൂടി ശരി. ഈ വർഷം മഴ കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാളും കഴിഞ്ഞ വർഷം നമുക്ക് ജനുവരിയിൽ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് അസാധാരണമായ ഒരു കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ ജനുവരിയിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് വളരെ കേരളത്തിൽ ജനുവരി മാസത്തിൽ മുഴുവനും 2 സെന്റിമീറ്റർ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനേക്കാൾ കൂടുതൽ നമുക്ക് മഴ കിട്ടിയിട്ടുണ്ട്. അപ്പൊ 2 സെന്റിമീറ്റർ കേരളത്തിലെ മുഴുവനും മഴ, ഒരു മാസത്തിൽ മുഴുവൻ മഴ എന്ന് പറയുമ്പം പ്രാക്ടിക്കലി എന്താ പറയുക, മഴ തീരെ ഇല്ലാത്തൊരു മാസം തന്നെ നമുക്ക് പറയാം. അപ്പൊ അതുകൊണ്ട് ജനുവരി നമ്മളെ സംബന്ധിച്ചോളം മഴ കിട്ടാത്തൊരു മാസമല്ലേ. അപ്പോൾ മഴ കുറവെന്ന് നമ്മൾ പറയാതിരിക്കുക തന്നെയാണ് എനിക്ക് തോന്നുന്നു ടെക്നിക്കലി കറക്റ്റ്. പിന്നെ നമുക്ക് മഴ കിട്ടിത്തുടങ്ങേണ്ടത് മാർച്ച് മാസം മുതലാണ്, അല്ലെങ്കിൽ മാർച്ച് മാസം അവസാനത്തോടു കൂടിയാണ് സാധാരണ നമുക്ക് വേനൽ മഴ കിട്ടുന്നത്. അപ്പോൾ ഈ ഫെബ്രുവരി മാസവും വല്ലപ്പോഴും ഒക്കെ ഒരു മഴ പെയ്താലും അതൊന്നും ഈ താപനിലയെ നിയന്ത്രിക്കാൻ തക്ക രീതിയിലുള്ള ഒരു മഴയൊന്നും ആയിരിക്കില്ല. പിന്നെ വേനൽ മഴ എന്ന് പറയുന്നത് താപനിലയെ ക്രമീകരിക്കുന്ന പല പ്രതിഭാസങ്ങളും അതിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് വേനൽ മഴ, ശരിക്കുള്ള ഇടിയോട് കൂടിയുള്ള വേനൽ മഴ എന്ന് പറയുന്നത്, ഇടിയും മിന്നലോട് കൂടിയുള്ള വേനൽ മഴ എന്ന് പറയുന്നത് നമ്മുടെ താപനിലയെ റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ചില പ്രതിഭാസങ്ങൾ അതിൽ ഇൻവോൾവ് ആണ്. അതുകൊണ്ടാണ് വേനൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ താപനിലയിൽ ചെറിയ കുറവ് വരുമെന്ന് പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.